ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ ശനൈശ്ചര സ്തോത്രത്തെക്കുറിച്ചാണ്. സ്കന്ദപുരാണത്തിലെ നാഗരഖണ്ഡത്തിലാണ് ഈ സ്തോത്രം വരുന്നത്. അവിടെ ഇത് ജപിക്കുന്നത് പിപ്പലാദ മഹർഷിയാണ്. അദ്ദേഹം അനാഥനായിട്ടാണ് കാട്ടിൽ വളർന്നത്. പിപ്പല വൃക്ഷത്തിൻ്റെ ചാറ് കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് പിപ്പലാദൻ എന്ന പേര് കിട്ടി. അദ്ദേഹത്തിന് 8 വയസ്സ് പ്രായമുള്ള സമയത്ത് ആ കാട്ടിൽ യദൃച്ഛയാ അദ്ദേഹം നാരദ മഹർഷിയെ കണ്ടുമുട്ടി. അപ്പം നാരദനെ പരിചയപ്പെട്ടപ്പോൾ താൻ ഇങ്ങനെ അനാഥനായി ദുഃഖിക്കാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നാരദൻ തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യം ഗ്രഹിച്ച് ആ കുട്ടിയോട് പറഞ്ഞു, ഇതിനുള്ള മൂലകാരണം ശനിയുടെ ദോഷമാണ്. ഇത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് ദേഷ്യമുണ്ടായി. ദേഷ്യത്തോടുകൂടി ആ കുട്ടി ശനിയെ ഒന്ന് നോക്കി. വളരെയധികം തപശക്തിയുള്ള ബാലനായിരുന്നു. അതുകൊണ്ട് ആ ദൃഷ്ടി ശനിയെ പോലും തപിപ്പിച്ചു. ശനി ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. നിസ്സഹായനായി ഭൂമിയിലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. ആ സമയത്ത് അത് അപകടമാണെന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി ശനി ഭഗവാനെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ പതനത്തെ തടഞ്ഞു തൻ്റെ ശക്തി കൊണ്ട്. എന്നിട്ട് ആ കുട്ടിയെ ഉപദേശിച്ച് ശാന്തനാക്കി. ആ കുട്ടിയോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്. ശനി ഒരു ദേവതയാണ്. അദ്ദേഹം ധർമ്മത്തിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ടാണ് നിനക്ക് ദോഷമുണ്ടായത്. പക്ഷെ ആ ദേഷ്യം ധർമ്മത്തിലൂന്നിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേർക്ക് ക്രോധിക്കുന്നത് ധാർമ്മികമല്ല. ഇത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് കുറ്റബോധമുണ്ടായി. താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആ കുട്ടി ധരിച്ചു. അദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. മഹാത്മാക്കൾ അങ്ങനെയാണ്. തെറ്റുപറ്റിയാൽ അത് സമ്മതിച്ച് അത് തിരുത്താനായി അവർ ആത്മാർത്ഥമായി ശ്രമിക്കും. ആ കുട്ടിയും അതിനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ആ 8 വയസ്സുള്ള പിപ്പലാദൻ ശനി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് 3 ശ്ലോകങ്ങളെ അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചു. ആ 3 ശ്ലോകങ്ങളെയാണ് ശനൈശ്ചര സ്തോത്രം എന്ന് വിളിക്കുന്നത്. ആ 3 ശ്ലോകങ്ങളെ സ്വീകരിച്ചപ്പോൾ ശനി ശാന്തനായി പ്രസന്നനായി ആ കുട്ടിയെ അനുഗ്രഹിച്ചു. പുരാണ കഥയിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന പാഠം, ഈ സ്തോത്രം നമ്മൾ ജപിച്ചാൽ നമ്മുടെ നേർക്കും ശനി പ്രസാദിക്കും. അതായത് ജീവിതത്തിൽ ശനിദോഷം അനുഭവിക്കുന്ന ആൾക്കാർ അവശ്യം ജപിച്ചിരിക്കേണ്ട സ്തോത്രമാണ്. 3 ശ്ലോകങ്ങളേ ഉള്ളൂ. ലളിതമായ അർത്ഥങ്ങളാണ്. അതുകൊണ്ട് എളുപ്പം ജപിക്കാവുന്ന സ്തോത്രമാണ്. എല്ലാവർക്കും ജപിക്കാവുന്ന സ്തോത്രമാണ്. അപ്പോൾ ശനിദോഷമുള്ളവർ ശനി തങ്ങളുടെ നേർക്ക് ക്രോധിച്ചിരിക്കുകയാണെന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ക്രോധത്തെ ശമിപ്പിക്കാനായിട്ട് ഈ സ്തോത്രം അവശ്യമായി ജപിക്കണം. പിപ്പലാദൻ താൻ ചെയ്ത തെറ്റുകൊണ്ടുള്ളായ ക്രോധത്തെയാണ് ശമിപ്പിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ നമ്മൾ ജപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശനി ക്രോധിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന് എന്തോ ധാർമ്മികമായ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കി ആ ക്രോധത്തെ ശമിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ്. ആ ഭാവത്തിൽ ശനിദോഷമുള്ളവർ ഇത് ജപിച്ചാൽ ഉറപ്പായും അവരുടെ ശനിദോഷം മാറിക്കിട്ടും. അവർക്ക് നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ ഇത് രചിച്ചിട്ടുള്ള ആ പിപ്പലാദ മഹർഷിയെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ശനൈശ്ചര സ്തോത്രം. നമസ്തേ ക്രോധ സംസ്ഥായ പിംഗളായ നമോസ്തുതേ. നമസ്തേ വസുരൂപായ കൃഷ്ണായ ച നമോസ്തുതേ. ശനിദോഷം അനുഭവിക്കുന്ന ഭക്തൻ ശനിയെ നമസ്കരിക്കുകയാണ്. അപ്പം അവൻ ഇവിടെ അവസാനമായി പറയുന്ന വരി ആദ്യം നോക്കാം. കൃഷ്ണായ ച നമോസ്തുതേ. കറുത്തിരിക്കുന്നവനായതുകൊണ്ട് കൃഷ്ണൻ. ശനിയുടെ ദേഹത്തിൻ്റെ നിറം കറുത്തിട്ടാണ് പൊതുവെ. അതുകൊണ്ട് കൃഷ്ണായ ച നമോസ്തുതേ. കറുത്തിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇതാണ് അങ്ങയുടെ സ്വരൂപമെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങ് മറ്റൊരു ഭാവത്തിലാണ് എൻ്റെ മുമ്പിൽ ശോഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ശാന്തനും കറുത്തവനുമാണ് അങ്ങ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിവിടെ പറയുന്നു, നമസ്തേ ക്രോധ സംസ്ഥായ. അങ്ങ് ഇപ്പോൾ ക്രോധത്തെ ധരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് ശാന്തനാണ്. അങ്ങേക്ക് ക്രോധമില്ല. അതുകൊണ്ട് കറുത്തിട്ടാണ് അങ്ങിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങ് ക്രോധത്തെ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു കാരണത്താൽ അങ്ങ് ക്രോധത്തെ ധരിച്ചിരിക്കുന്നു. ആ ക്രോധം അങ്ങ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ഉണ്ടാകുന്നു. അത് ശനിദോഷമായിട്ട് ഞാൻ അറിയുന്നു. അപ്പോൾ ഈ സമയത്ത് അങ്ങ് ക്രോധിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ക്രോധം അങ്ങയുടെ സ്വരൂപമല്ല. അത് തൽക്കാലത്തേക്ക് അങ്ങ് സ്വീകരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങ് കൃഷ്ണനാണെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അങ്ങനെ ക്രോധിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ.
ക്രോധിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ഭാവത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. എന്ത് മാറ്റമാണ്? അതാണ് ഇവിടെ പറയുന്നത്. നമസ്തേ വസുരൂപായ. വസുവിന്റെ രൂപത്തിലാണ് അങ്ങിപ്പോൾ കാണപ്പെടുന്നത്. വസു എന്ന ശബ്ദത്തിന് ഇവിടെ അഗ്നി എന്നാണ് അർത്ഥം. അഗ്നിയെ പോലെ ജ്വലിക്കുകയാണ്. ദേഷ്യം കൊണ്ട് ജ്വലിക്കുക എന്ന് നമ്മൾ പറയും. അപ്പൊ അത്രയും ക്രോധം സ്വീകരിച്ചതുകൊണ്ട് അഗ്നിക്ക് സമാനമായി അങ്ങ് തപിക്കുന്നു, ജ്വലിക്കുന്നു. അപ്പൊ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അഗ്നിയെ പോലെ ജ്വലിക്കുമ്പോൾ കൃഷ്ണനിറം കാണപ്പെടുമോ? ഇല്ല. അപ്പോൾ കാണുന്ന നിറം പിങ്കള നിറമാണ്. പിങ്കളം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ നിറമാണ്, അതായത് ചുവപ്പും മഞ്ഞയും കലർന്ന നിറം. അതുകൊണ്ട് പറയുന്നു പിങ്കളായ നമോസ്തുതേ. പിങ്കള വർണ്ണത്തിലുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. യഥാർത്ഥത്തിൽ ശാന്തനാണ് അങ്ങ്, അതുപോലെ കൃഷ്ണനാണ്, കറുത്തിട്ടാണ് അങ്ങ്. എന്നാൽ ഇപ്പോൾ എന്തോ കാരണത്താൽ അങ്ങ് ക്രോധത്തെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങ് ധർമ്മദേവതയാണെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങയുടെ ക്രോധത്തിന് ധാർമ്മികമായ ഒരു കാരണമുണ്ടാവും. പക്ഷെ അത് ഗ്രഹിക്കാനുള്ള ശേഷി എനിക്കില്ല. അപ്പൊ അങ്ങ് ക്രോധം സ്വീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അഗ്നി സമാനനായി ജ്വലിക്കുകയാണ്, പിങ്കള വർണ്ണത്തിൽ ഇരിക്കുകയാണെന്ന് ഞാൻ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. എന്നാൽ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം കറുത്തിരിക്കുന്നതാണ്, ശാന്തനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്കും നമസ്കാരം. അപ്പോൾ ആ ക്രോധത്തെ ഉപേക്ഷിച്ച് യഥാർത്ഥ സ്വരൂപത്തെ സ്വീകരിച്ചാലും എന്നുള്ള പ്രാർത്ഥന അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ശാന്തനായാലും എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. നമസ്തേ ക്രോധ സംസ്ഥായ പിംഗളായ നമോസ്തുതേ. നമസ്തേ വസുരൂപായ കൃഷ്ണായ ച നമോസ്തുതേ. തുടർന്ന് നമസ്തേ രൗദ്രദേഹായ നമസ്തേ ചാന്തകായ ച നമസ്തേ യമസഞ്ജ്ഞായ നമസ്തേ സൗരയേ വിഭോ. ഇപ്പൊ കൃഷ്ണ നിറത്തിലാണ് അങ്ങ് ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങയുടെ സ്വരൂപം കറുത്ത നിറത്തിലാണ്. ആ കറുത്ത നിറത്തിൽ അങ്ങ് ജനിച്ചത് എവിടെ നിന്നാണ്? സാക്ഷാത് സൂര്യന്റെ പുത്രനായിട്ടാണ് അങ്ങ് ആവിർഭവിച്ചത്. സൂര്യന് ഛായയിലുണ്ടായ മകനാണ് ശനി. അതുകൊണ്ട് ഇവിടെ വിളിക്കുന്നു നമസ്തേ സൗരയേ. സൂര്യപുത്രനായിരിക്കുന്ന ശനി ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് സൂര്യന്റെ പുത്രൻ മാത്രമല്ല, വിഭുവാണ്. അങ്ങ് വിളിക്കുകയാണ്. വിഭു എന്ന് പറഞ്ഞാൽ സർവസമർത്ഥൻ, എന്തും ചെയ്യാനുള്ള സാമർഥ്യമുള്ളവനാണ് അങ്ങ്. സൂര്യന്റെ മകനാണ് അങ്ങ്, കറുത്തിരിക്കുന്നവനാണ്, ശാന്തനാണ്. അപ്പോൾ നേരത്തെ കൃഷ്ണായ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വീണ്ടും യഥാർത്ഥ സ്വരൂപത്തെ ഓർമ്മിപ്പിച്ചു. അതാണ് നമസ്തേ സൗരയേ വിഭോ. സർവസമർത്ഥനായ സൂര്യപുത്രനാണ് അവിടുന്ന്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. എന്നാൽ ഇപ്പോൾ ക്രോധത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഞാൻ അങ്ങയെ അനുഭവിക്കുന്ന ഭാവം ഏതാണ്? അത് പറയുകയാണ്. നമസ്തേ രൗദ്രദേഹായ. രൗദ്രമായ ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. നേരത്തെ പറഞ്ഞിട്ടുള്ള അഗ്നി സമാനമായ ദേഹം എന്നതിനോട് ചേർത്ത് വായിച്ചാൽ ഇവിടെ രൗദ്ര ശബ്ദത്തിന് താപം എന്ന അർത്ഥം വരും, ചൂട് എന്ന അർത്ഥം വരും. അപ്പൊ അഗ്നിയെ പോലെ ജ്വലിക്കുകയാണ്. അതുകൊണ്ട് നല്ല ചൂടുള്ള ദേഹമാണ് അങ്ങയ്ക്കുള്ളത്. അതുകൊണ്ട് അങ്ങ് രൗദ്രദേഹത്തിൽ ഉള്ളവനാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ ഇവിടെയുള്ള പദങ്ങളുമായി ചേർത്ത് വായിച്ചാൽ ഈ രൗദ്ര ശബ്ദത്തിന് വേറൊരു അർത്ഥം വരും. അതിനായിട്ട് അവസാനത്തെ പദം നോക്കാം. നമസ്തേ യമസഞ്ജ്ഞായ. യമൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് ശനിയാണ്, സൂര്യന്റെ പുത്രനാണ്, ശാന്തനാണ്. എന്നാൽ ഇപ്പോൾ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് വളരെയധികം ക്രോധത്തോടു കൂടി നിൽക്കുന്നവനായിട്ടാണ്. അപ്പൊ ക്രോധത്തോടു കൂടി നിൽക്കുന്ന അങ്ങ് അഗ്നിയെ പോലെ ജ്വലിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങ് യമനാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യമന്റെ ദൗത്യം എന്താണ്? അന്തം കുറിക്കുക എന്നുള്ളതാണ്. അതായത് അവസാനിപ്പിക്കുക, സംഹരിക്കുക എന്നുള്ളതാണ്. അതാണ് നമസ്തേ ചാന്തകായ ച. സംഹാരകനായിരിക്കുന്ന യമൻ എന്ന പേരോട് കൂടിയവനായിട്ടാണ് അങ്ങയെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ദേഹം എനിക്ക് ഭയം ജനിപ്പിക്കുന്നു. ഭയങ്കരം എന്നർത്ഥത്തിൽ രൗദ്രപദം ഇവിടെ വന്നു. അപ്പൊ നമസ്തേ രൗദ്രദേഹായ നമസ്തേ ചാന്തകായ ച നമസ്തേ യമസഞ്ജ്ഞായ. അങ്ങ് പൊതുവേ സൂര്യന്റെ പുത്രനായി, ശാന്തനായി, കറുത്തിരിക്കുന്ന സർവസമർത്ഥനാണെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ അഗ്നിയെ പോലെ ജ്വലിക്കുന്നവനായിട്ടും യമന് സമാനനായിട്ടും, യമൻ എന്ന പേര് സ്വീകരിച്ച് എന്നെ വധിക്കാൻ വേണ്ടി വന്നവനാണോ, അത്രയും രൗദ്രഭാവത്തിൽ ഇരിക്കുന്ന ദേഹത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. എന്നാലും ഞാൻ അറിയുന്നു വാസ്തവത്തിൽ അങ്ങ് സൂര്യന്റെ പുത്രൻ തന്നെയാണ്, വിഭുവാണ്. അങ്ങ് അത്രയും ശാന്തനായിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ഭാവത്തെ വീണ്ടും സ്വീകരിച്ചാലും എൻ്റെ നേർക്കുള്ള ക്രോധത്തെ ഉപേക്ഷിച്ചാലും ശാന്തനായാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. നമസ്തേ രൗദ്രദേഹായ നമസ്തേ ചാന്തകായ ച നമസ്തേ യമസഞ്ജ്ഞായ നമസ്തേ സൗരയേ വിഭോ. ഇവിടെ രൗദ്ര ശബ്ദം മുമ്പ് പറഞ്ഞിട്ടുള്ള അഗ്നിയോട് ചേർത്താൽ ചൂടുള്ള ദേഹത്തോടു കൂടിയവനെന്നും, ഇവിടെ യമൻ എന്ന ഭാവത്തിലെടുത്താൽ ഭയങ്കര ദേഹത്തോടു കൂടിയവനെന്നും അർത്ഥം പറയാം.
അങ്ങനെയുള്ള സൂര്യപുത്രനായ ശനി ഭഗവാന് നമസ്കാരം ഭവിക്കട്ടെ. തുടർന്ന് അവസാനത്തെ ശ്ലോകമാണ്, മൂന്നാമത്തെ ശ്ലോകമാണ്. നമസ്തേ മന്ദസഞ്ജ്ഞായ ശനൈശ്ചര നമോസ്തുതേ പ്രസാദം ഗുരുദേവേശ ദീനസ്യ പ്രണതസ്യ ച. ആദ്യത്തെ രണ്ട് ഭാവത്തിലും ശാന്തനാണെങ്കിലും രൗദ്രഭാവം സ്വീകരിച്ചവനാണെന്ന് പറഞ്ഞു. ഇവിടെ ശാന്തഭാവത്തിൽ തന്നെ പൂർണ്ണമായി നമസ്കരിക്കുകയാണ്. അതായത് നമ്മുടെ നമസ്കാരം സ്വീകരിച്ചുകൊണ്ട് രൗദ്രഭാവത്തെ ശനി ഭഗവാൻ ക്രമേണ മറയ്ക്കുകയാണ്, അതിനെ ഉപേക്ഷിക്കുകയാണ്, അങ്ങനെ ശാന്തനാവുകയാണ്. നമുക്ക് മനസ്സിൽ അത് കാണാൻ സാധിക്കണം. അപ്പോൾ ശനിയെ നമ്മൾ ശാന്തനാക്കുകയാണ്. അങ്ങനെ ശാന്തഭാവത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ക്രോധത്തെ ഉപേക്ഷിച്ചു, ആ അഗ്നി സമാനമായ ജ്വലനത്തെ ഉപേക്ഷിച്ചു, യമതുല്യമായിട്ടുള്ള അന്തകഭാവത്തെ ഉപേക്ഷിച്ചു, രൗദ്രതയെ ഉപേക്ഷിച്ചു, ശാന്തനായി സൂര്യപുത്രനായി സർവസമർത്ഥനായി കൃഷ്ണനായി നമ്മുടെ മുമ്പിൽ ശോഭിക്കുകയാണ്. അങ്ങനെ ശാന്തനായി നിൽക്കുന്ന, അപ്പൊ എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ച് ആ ക്രോധത്തെ ഉപേക്ഷിച്ച് ശാന്തനായിരിക്കുന്ന അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന ഭാവത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നമസ്തേ മന്ദസഞ്ജ്ഞായ. മന്ദൻ എന്ന പേരോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം. മന്ദൻ എന്ന ശബ്ദത്തിന് ഇവിടെ മൃദുവായവൻ എന്നർത്ഥമാണ് വരിക. ഇതുവരെ നമ്മൾ കഠോരമായ ഒരു ഭാവത്തെയാണ് കണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങ് വളരെ കോമളനാണ്, മൃദുത്വമുള്ളവനാണ്. അതുകൊണ്ട് മന്ദൻ എന്ന അങ്ങേക്ക് പേര് തന്നെ കിട്ടി. അപ്പോൾ ഇപ്പോൾ അങ്ങ് ആ ശാന്തത കൈവരിച്ചിരിക്കുന്നു. ആ രീതിയിൽ ഞാൻ അങ്ങയെ അനുഭവിക്കുന്നു. അപ്പൊ ദേഷ്യമെല്ലാം ഉപേക്ഷിച്ചു. അതുകൊണ്ട് മന്ദൻ എന്ന പേര് അന്വർത്ഥമാക്കുന്ന വിധം കോമളമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. തുടർന്ന് പറയുന്നു, ശനൈശ്ചര നമോസ്തുതേ. ശനൈശ്ചര എന്ന് അദ്ദേഹത്തെ വിളിക്കും. പതുക്കെ ചരിക്കുന്നവനായതുകൊണ്ടാണ് ശനൈശ്വരൻ എന്ന പേര് വന്നത്. പതുക്കെ ചരിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ചരിക്കുക. അദ്ദേഹത്തിന് വേഗത കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഏത് വേഗതയിലാണോ ചരിക്കേണ്ടത് അതേ വേഗതയിൽ എപ്പോഴും ചരിക്കും. അതായത് കൃത്യനിഷ്ഠമായി പ്രവൃത്തി ചെയ്യുന്നവനാണ്. ഒരല്പം പോലും ധൃതി അദ്ദേഹം പ്രകടിപ്പിക്കുകയില്ല. കൃത്യമായി വളരെ അച്ചടക്കത്തോടുകൂടി വ്യവഹരിക്കുന്നവനാണ്. അപ്പൊ ഇത്രയും നേരം യമന്റെ ഭാവത്തിൽ സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് അങ്ങ് അക്ഷമനായി നിൽക്കുകയാണെന്ന് ഞാൻ ധരിച്ചു. എന്നാൽ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങിതാ ശനൈശ്വരനായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. പതുക്കെ ഗമിക്കുന്നവനായിട്ട് ആ തീവ്രത മുഴുവൻ ഉപേക്ഷിച്ച് ശാന്തനായിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ ശാന്തതയെ സൂചിപ്പിക്കാൻ മന്ദശബ്ദവും ശനൈശ്വര ശബ്ദവും ഇവിടെ എടുക്കാം. പൊതുവെ പതുക്കെ ഗമിക്കുന്നത് കൊണ്ടാണ് ശനൈശ്വരൻ എന്ന പേര്. ഇവിടെ എടുക്കുമ്പോൾ അങ്ങ് ശാന്തനായി എന്ന ഭാവത്തെ സൂചിപ്പിക്കാനായിട്ടും കൂടി അതെടുക്കാം. അപ്പൊ നമസ്തേ മന്ദസഞ്ജ്ഞായ ശനൈശ്വര നമോസ്തുതേ പ്രസാദം ഗുരുദേവേശ. ദേവന്മാരുടെ ഈശനായിരിക്കുന്നവനെ. പ്രകാശിക്കുന്നവരാണ് ദേവന്മാർ, അവരുടെ മുഴുവൻ ഈശനായിരിക്കുന്നവനാണ് അങ്ങ്, അത്രയും ഉയർന്നവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് പ്രസാദം ഗുരു, പ്രസാദിച്ചാലും, എൻ്റെ നേർക്ക് പ്രസാദിച്ചാലും, അങ്ങയുടെ രൗദ്രഭാവം മുഴുവൻ ഉപേക്ഷിച്ച് ശാന്തഭാവത്തെ ഉൾക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹത്തെ ചൊരിഞ്ഞാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രകാശമുള്ളവനും എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നവനായതുകൊണ്ടും ദേവേശനാണ്. അപ്പോൾ ശോഭിക്കുന്നവനായതുകൊണ്ട് ദേവൻ എന്ന ശബ്ദം, അത് ഈശഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദേവേശൻ. ഞാൻ ചോദിക്കുന്ന വരത്തെ നൽകുന്നവനായതുകൊണ്ടും ദേവൻ, അങ്ങനെ ഇരിക്കുന്ന ഈശൻ സമർത്ഥൻ, അതുകൊണ്ടും ദേവേശൻ. ദീനസ്യ പ്രണതസ്യ ച. എൻ്റെ നേർക്ക് പ്രസാദത്തെ ചെയ്യണമെന്നാണ് പ്രാർത്ഥിച്ചത്. ആ ഞാൻ എങ്ങനെയുള്ളവനാണ്? ദീനനാണ്. ദീനൻ എന്നാൽ ദുഃഖിതൻ. ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോഴാണ് ദോഷത്തിന്റെ കാരണം അന്വേഷിക്കുക. ശനിയുടെ ദോഷം കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ ദുഃഖത്തിൽ നിന്നും നിവാരണം നേടാനായിട്ട് ശനിയെ തന്നെ ഇവിടെ ഉപാസിക്കുകയാണ്. അപ്പൊ ദുഃഖിതനായ ഞാൻ, ശനിദോഷം കൊണ്ട് ദുഃഖിതനായ ഞാൻ അങ്ങയെ ഇതാ ശരണം പ്രാപിക്കുന്നു, നമസ്കരിക്കുന്നു. ആ ദുഃഖത്തെ അങ്ങ് നീക്കി എന്നിൽ പ്രസാദിച്ചാലും. ദുഃഖിതനുമാണ്, പ്രണതസ്യ ച. ഞാൻ പ്രണതനുമാണ്, നമസ്കരിച്ചിരിക്കുകയാണ്. ദുഃഖമുണ്ട്, ആ ദുഃഖത്തിനുള്ള കാരണം ശനിദോഷമാണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങയുടെ ദേഷ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിവേകിയാണ്, അശക്തനാണ്. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വിനയാൻവിതനായി വന്ന് ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പൊ പ്രണമിച്ചു നിൽക്കുകയാണ്, ദീനനാണ്, ദുഃഖിതനാണ്. അങ്ങനെയുള്ള എൻ്റെ നേർക്ക് അങ്ങയുടെ കടാക്ഷത്തെ ചൊരിഞ്ഞ് പ്രസാദത്തെ എനിക്ക് ചെയ്താലും, അതായത് എനിക്ക് അനുഗ്രഹത്തെ അങ്ങ് നൽകിയാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആദ്യം രൗദ്രഭാവത്തിൽ പറഞ്ഞു, പിന്നെ ആ ഭാവം ശാന്തമായതായി നമ്മൾ അനുഭവിക്കുന്നു. ആ ശാന്തഭാവത്തിൽ അദ്ദേഹത്തിനെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ പ്രസാദത്തെ യാചിക്കുകയാണ് ഇവിടെ. നമസ്തേ മന്ദസഞ്ജ്ഞായ ശനൈശ്ചര നമോസ്തുതേ പ്രസാദം ഗുരുദേവേശ ദീനസ്യ പ്രണതസ്യ ച. അങ്ങനെ ആ 3 ശ്ലോകങ്ങളും കഴിഞ്ഞു. നമുക്ക് ഒന്നും കൂടി അതൊന്ന് ചൊല്ലാം.
നമസ്തേ ക്രോധസംസ്ഥായ പിംഗളായ നമോസ്തുതേ നമസ്തേ വസുരൂപായ കൃഷ്ണായ ച നമോസ്തുതേ നമസ്തേ രൗദ്രദേഹായ നമസ്തേ ചാന്തകായ ച നമസ്തേ യമസഞ്ജ്ഞായ നമസ്തേ സൗരയേ വിഭോ നമസ്തേ മന്ദസഞ്ജ്ഞായ ശനൈശ്ചര നമോസ്തുതേ പ്രസാദം കുരു ദേവേശ ദീനസ്യ പ്രണതസ്യ ച. ഇതി ശ്രീസ്കന്ദപുരാണേ നാഗരഖണ്ഡേ ബാലകകൃതം ശനൈശ്ചര സ്തോത്രം സമാപ്തം. അങ്ങനെ സ്കന്ദപുരാണത്തിൽ വരുന്ന നാഗരഖണ്ഡത്തിലുള്ള ബാലകൻ രചിച്ചിട്ടുള്ള, ബാലകൻ എന്നാൽ പിപ്പലാദൻ, 8 വയസ്സുള്ളപ്പോൾ രചിച്ചതാണല്ലോ, അപ്പൊ ബാലകകൃതമായിട്ടുള്ള ശനൈശ്വര സ്തോത്രം ഇവിടെ സമാപ്തമായി, സമ്പൂർണമായി. ഓം തത്സത്. 3 ശ്ലോകങ്ങളിൽ ശനി ഭഗവാന്റെ ക്രോധത്തെ മുഴുവൻ ശമിപ്പിച്ച് അദ്ദേഹത്തെ ശാന്തനാക്കി, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തെ നമ്മൾ ഇവിടെ നേടി. അത്രയും സുന്ദരമായ, ലളിതമായ, ഇതിന്റെ അർത്ഥമൊക്കെ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ ശനിദോഷമുള്ളവർ വളരെ ഭക്തിയോടുകൂടി ശനിദേവതയുടെ ഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശനിയെ നമസ്കരിച്ചുകൊണ്ട് വിനയാൻവിതരായിട്ട് ഈ സ്തോത്രം ജപിക്കണം. അങ്ങനെ ജപിച്ചാൽ അവരുടെ ശനിദോഷം അകലും, അതുറപ്പാണ്. അപ്പോൾ അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ ശനൈശ്വരൻ തന്നെ, ശനീശ്വരൻ തന്നെ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ശനൈശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആ ശനി ഭഗവാന് നമസ്കാരം അർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.